الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صبغة الله ومن أحسن من الله صبغة ونحن له عابدون صدق الله العظيم. ആദരണീയരായ ഉലമാക്കളെ, വാത്സല്യനിധികളായ മുതഅല്ലിമീങ്ങളെ, മോമിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയായി പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഈ ലോകത്ത് ഉമ്മത്തിന് സമ്മാനിക്കുകയുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലായി നിയോഗിച്ചതിന് ശേഷം, തങ്ങൾക്ക് നുബുവത്ത് നൽകിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ടതാണ്. എങ്കിലും ഈ പരിശുദ്ധമായ ഖുർആൻ അന്നല്ല അള്ളാഹുവിൻ്റെ കലാമായി തീർന്നത്, അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാണ്. ഈ ആകാശഭൂമികളും ലോകങ്ങളും മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ച് സംവിധാനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഈ കലാം അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഹദീസിൽ വരുന്നുണ്ട്, ആകാശഭൂമികളെ പടയ്ക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹ, സൂറത്തുർ റഹ്മാൻ മലക്കുകൾക്ക് ഓതി കേൾപ്പിക്കുകയുണ്ടായി. അന്ന് മലക്കുകൾ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഏതൊരു സമുദായത്തിൻ്റെ, ഏതൊരു വിഭാഗം ആളുകളുടെ മേൽ ഈ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നോ അവർ മഹാഭാഗ്യവാന്മാരാണ്. ഏത് ഹൃദയങ്ങൾ ഇതിനെ സൂക്ഷിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നോ ആ ഹൃദയങ്ങൾ വളരെ ഭാഗ്യമുള്ളതും അവർക്ക് എല്ലാ നിലയിലുള്ള ആനന്ദവും മംഗളങ്ങളും നേരാൻ അർഹരുമാണ്. തൂബാ ലി ഖുലൂബിൻ, ഏത് ഹൃദയങ്ങളിൽ ഇതിനെ മനനം ചെയ്യുന്നു, സൂക്ഷിക്കുന്നു, ആ ഹൃദയങ്ങൾ വലിയ അനുഗ്രഹത്തിന് വിധേയമായതാണ് എന്ന് മലക്കുകൾ അന്ന് തന്നെ ഇത് കേട്ടപ്പോൾ പറഞ്ഞു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ ദാത്തിൽ നിലകൊള്ളുന്ന ഖദീമായ കലാമാണ്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആരും അറിയാതെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് വരുന്നു. തങ്ങളുടെ അടുക്കൽ തങ്ങളോട് ചേർന്നിരിക്കുന്ന ആളുകൾ കേൾക്കുന്നുമില്ല, ഓതിക്കൊടുക്കുന്ന ആളെ കാണുന്നുമില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹായോടൊപ്പം ഒരേ പുതപ്പിൽ ഒരുമിച്ച് ഞങ്ങൾ കിടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് വഹി വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു പുതപ്പ് പുതച്ച് കിടക്കുകയാണ് രണ്ടുപേരും കൂടെ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഓതി കേൾപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാവവ്യത്യാസം, തങ്ങളിൽ ബാഹ്യമായ നിലയിൽ ഉണ്ടാകുന്ന ആ ശാരീരികമായ അവസ്ഥകൾ ഇത് കണ്ട് മനസ്സിലാക്കുന്നു തങ്ങൾക്ക് വഹി വരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലഖദ് യുൻസലു അലൈഹിൽ വഹ്യു ഫിൽ യൗമി ശദീദിൽ ബറദ് വഇന്ന ജബീനഹു ലയതഫസ്സദു അറഖാ. കടുത്ത തണുപ്പ്, വിറയ്ക്കുന്ന കുളിരുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അത്രയും കടുത്ത തണുപ്പുള്ള സമയത്ത് പോലും വഹിയിന്റെ ഭാരത്തിന്റെ പേരിൽ തങ്ങളുടെ നെറ്റിയിൽ നിന്നും വേർപ്പിങ്ങനെ ഇറ്റുമായിരുന്നു, വേർപ്പ് തുള്ളികൾ ഇറ്റുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരുമ്പോൾ ഖറബ വതറബ്ബദ വജ്ഹുഹു, തങ്ങൾക്ക് ആകെ അസ്വസ്ഥതയാകും, തങ്ങളുടെ മുഖത്തിന്റെ ഭാവമെല്ലാം മാറും, മുഖത്തിന്റെ നിറം തന്നെ മാറും. എന്തോ വലിയ ഒരു ഭാരം ചുമക്കുന്നത് പോലെ, അങ്ങനെ ഭാരം ചുമന്ന ആൾക്കുണ്ടാകുന്ന പ്രയാസം പോലെ അനുഭവപ്പെടുമായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയും. ചില സന്ദർഭങ്ങളിൽ ഒരു സഹാബി പറയുന്നു, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചുകൊണ്ടിരുന്നു, തങ്ങൾ എൻ്റെ കാലിൽ, എൻ്റെ തുടയിൽ തങ്ങളുടെ കാല് കയറ്റി വെച്ചാണ് ഇരുന്നത്. ഇരുന്നപ്പോൾ സ്നേഹത്തിൻ്റെ കൂട്ടുകാരിരിക്കുന്നത് പോലെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കാലെൻ്റെ മടിയിൽ, എൻ്റെ തുടയിൽ കയറ്റി വെച്ചിരുന്നു. കാല് വെച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ ഇരിക്കുന്നു, അയാളുടെ തുടയിൽ കാലങ്ങ് കയറ്റി വെച്ച് നീണ്ടു നൂർന്ന് കിടക്കുന്നു. ഇപ്പോഴത്തെ ശേഖന്മാരെ പോലെ എന്നല്ലാതെ അർത്ഥം. ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല്, തങ്ങളുടെ മുട്ട് ഇദ്ദേഹത്തിന്റെ മടിയിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിരുന്നു. സാധാരണ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ ചേർന്നിരിക്കുന്നത് പോലെ, ഇത്രയേ ഉള്ളൂ. രണ്ടാരുടെയും കാലൊന്നും തലയിലും ഒന്നും കയറ്റി വെച്ച് തലയിലൊന്നും വെച്ച് ചുമക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒന്നുമല്ല. അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. അതൊന്നും ദീനുമല്ല. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തങ്ങൾക്ക് വഹി വന്നു. തങ്ങളുടെ മുഖത്തിന്റെ ഭാവമെല്ലാം മാറി. പക്ഷെ എൻ്റെ കാലിൽ നിന്ന് തങ്ങളുടെ മുട്ടെടുത്ത് മാറ്റിയിരുന്നില്ല, എനിക്ക് കാല് മാറ്റാനും സാധിച്ചില്ല. അങ്ങനെ വഹി വന്നു. വഹിയുടെ ഭാരം കൊണ്ട് എൻ്റെ തുടയല് ഞെരിഞ്ഞ് പൊടിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്ര ഭാരമായിരുന്നു ഞാൻ അനുഭവിച്ചത്. പക്ഷെ അദ്ദേഹവും അറിഞ്ഞില്ല എന്താണ് ഓതിക്കേൾപ്പിക്കുന്നത് എന്ന്. ആരാ ഓതിക്കേൾപ്പിക്കുന്നത്? വന്ന ആളെ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇത്ര ചേർന്നിരുന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര രഹസ്യമായിട്ടാണ് വഹി നൽകി. വഹി എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമായ നിലയിൽ നൽകുന്ന സന്ദേശത്തിനാണ് വഹി എന്ന് പറയുന്നത്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത. തേനീച്ചയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ച തേൻ എങ്ങനെയാണ് സംഭരിക്കുന്നത്, സൂക്ഷിക്കുന്നത് എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു എന്ന് ഖുർആനിൽ വരുന്നുണ്ട്. അതിന് അല്ലാഹു തആല പ്രയോഗിച്ച പദം വഹിയാണ്. അഥവാ വേറെ ആർക്കും അറിയാത്ത തരത്തിൽ വളരെ രഹസ്യമായിയാണ് അതിനെ തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. ഏത് പൂക്കളിൽ നിന്ന് തേനെടുക്കണം, സംഭരിക്കണം, എവിടെ അത് സൂക്ഷിക്കണം, എങ്ങനെ പരിശോധിക്കണം, അതിനെ കേടുകൂടാതെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയ്ക്ക് അറിയിച്ചു കൊടുത്തത് വേറെ ആരും അറിയാതെയാണ്, രഹസ്യമായ നിലയിലാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി നൽകി. ഈ പരിശുദ്ധമായ കലാം ഖദീമാണ്, നേരത്തെ ഉള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ സമ്മാനമാണ്, ഏറ്റവും ഉയർന്ന സമ്മാനം. പരിശുദ്ധമായ ഖുർആൻ. ഇതോളം മഹത്വമുള്ള ഒന്നും ഈ ലോകത്തില്ല. ഖുർആനിന്റെ ഒപ്പമെത്തുന്ന ഒന്നും ഈ ലോകത്തില്ല. ഈ ഖുർആനുമായിട്ട് ഏത് വസ്തുക്കൾ ബന്ധപ്പെടുന്നോ ആ ബന്ധപ്പെടുന്ന വസ്തുക്കൾക്കെല്ലാം ഈ ഖുർആനിനെ പോലെ തന്നെ മഹത്വമുണ്ട്. കാരണം ഇത് രാജാതിരാജനായ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് ആ കലാമുമായി ബന്ധപ്പെടുന്നവർക്ക്
രാജാതിരാജനായ അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് കലാമുൽ മുലൂക്കി മുലൂക്കുൽ കലാം. ആ ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സ്ഥാനം ഏറ്റവും വലുതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. പക്ഷേ ഇന്ന് നമുക്കൊക്കെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചത് വെറും പാരായണത്തിന് വേണ്ടി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുമ്പോൾ അതിൻ്റെ ആരംഭം, തുടക്കമാണ് ഖുർആനിൻ്റെ തിലാവത്ത്. അതിനപ്പുറത്തേക്ക് പിന്നെ എത്രയോ വിശാലമായ കാര്യങ്ങൾ അല്ലാഹു പറയുന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദ്യത്തെ ബാധ്യത തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുക, പഠിപ്പിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഇൽമിൻ്റെ തുടക്കം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പ്രാഥമിക മദ്രസയിൽ ആദ്യം കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുന്നു. അക്ഷരം പഠിപ്പിച്ച് അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്യാനാണ് ഈ അക്ഷരം പഠിക്കുന്നത്, വേറൊന്നിനും വേണ്ടിയല്ല. ഖുർആൻ പാരായണം ചെയ്യാനാണ് അറബി അക്ഷരങ്ങൾ പഠിക്കുന്നത്. ആ അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, അവരെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങി ചെറിയ ചെറിയ സൂറത്തുകളിൽ കൂടി അവരെ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്നു. ഏകദേശം ഖുർആനിൻ്റെ പാരായണം ഒരു 4-5 ജുസു ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, അത്രയും അര ജുസുവോ 1/4 ജുസുവോ ഒക്കെയാണ് ഓതുന്നത്. ഒരു 4-5 ജുസു എല്ലാം ഓതുമ്പോൾ അവരുടെ പഠനം അവിടെ നിന്ന് പൂർത്തിയാക്കി. അവർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് വലിയ പരീക്ഷയൊക്കെ നടത്തി, പബ്ലിക് പരീക്ഷയാണ് നടത്തിയവർക്ക് സനതും കൊടുത്ത് വിടുകയാണ്, സർട്ടിഫിക്കറ്റും കൊടുത്ത്. എന്നിട്ട് എല്ലാ പള്ളികളുടെ മുമ്പിലും അതിൽ ആരെങ്കിലും ഇച്ചിരി കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ ആ കുട്ടികളെയൊക്കെ ഫോട്ടോ സഹിതം പരസ്യപ്പെടുത്തി മദ്രസയുടെ പേരും പ്രശസ്തിയും എല്ലാം അതുകൊണ്ട് നിലനിർത്തുകയാണ്. എവിടെ? പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഓതിയിട്ടില്ല, പാരായണം ചെയ്തില്ല, 2-3 ജുസു മാത്രം ഒന്ന് പാരായണം ചെയ്തപ്പോൾ അതോടുകൂടി എല്ലാം പൂർത്തിയായി എന്നുള്ള ധാരണയാണ് നമുക്ക്. ഇത് നമുക്ക് പറ്റിയിരിക്കുന്ന വലിയ അബദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തത് ഉമ്മത്തുകൾക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കാനാണ്. ഈ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്ത് കേൾപ്പിക്കണം? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണോ ഓതപ്പെട്ടത് അതേപോലെ. അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു പോകുമോ എന്നുള്ള ഭയത്തിൻ്റെ പേരിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊട്ടും വിട്ടുപോകാതെ അതിലൊരു തെറ്റും വരാതിരിക്കാൻ വേണ്ടി ജിബ്രീലിൻ്റെ കൂട്ടത്തിൽ ഓതുമായിരുന്നു. ജിബ്രീൽ ഓതി കേൾപ്പിക്കുമ്പോൾ തങ്ങൾ ശബ്ദമില്ലാതെ ചുണ്ടനക്കി കൂട്ടത്തിൽ തന്നെ ഓതും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിക്കുക പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ചില ദുആക്കൾ പറയുമ്പോൾ കൂട്ടത്തിൽ പറയാറില്ലേ ശബ്ദമില്ലാതെ? ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുമായിരുന്നു, തെറ്റു വരാതെ, മാറ്റം വരാതിരിക്കാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു. ഇല്ല, അത്രയും പോലും തങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകരുത്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല. തങ്ങൾ അതിനു വേണ്ടി വിഷമിച്ച ആ കൂട്ടത്തിൽ പോയിട്ട് തങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞ് തങ്ങൾ പഠിക്കുന്ന ഓർമ്മയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞാൽ ഈ ഓതി കേൾപ്പിക്കുന്ന ഖുർആൻ തങ്ങൾക്ക് ശരിയായ നിലയിൽ ഏറ്റെടുക്കാൻ ചിലപ്പോൾ തടസ്സം സംഭവിച്ചേക്കാം. അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ നാവ് അനക്കരുത്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. സശ്രദ്ധം പൂർണ്ണമായ നിലയിൽ കേൾക്കണം, പൂർണ്ണമായ നിലയിൽ കേൾക്കണം. കേട്ടാൽ ആ കേൾക്കുന്നത് അങ്ങനെ തന്നെ തങ്ങളുടെ മനസ്സിലേക്ക് ഇറക്കി പതിച്ചു തരിക എന്നുള്ള ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. അപ്പോൾ തങ്ങളുടെ ഹൃദയത്തിൽ ജിബ്രീൽ ഓതുന്നത് അങ്ങനെ തന്നെ പതിഞ്ഞോളും, ഞാൻ പതിച്ചു തന്നോളാം. തങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കണ്ട.
അതിന് കോട്ടം വരുന്ന ഒരു പ്രവൃത്തിയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. പൂർണ്ണമായ നിലയിൽ തങ്ങളുടെ ശ്രദ്ധ മുഴുവനും അതിലേക്കായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അങ്ങനെ തങ്ങളുടെ ഹൃദയത്തിൽ ഈ പതിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ മാസമാകുമ്പോൾ എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ എന്നെ ഓതി കേൾപ്പിക്കുകയും ഞാൻ ഓതുന്നത് തിരിച്ച് കേൾക്കുകയും ചെയ്യുമായിരുന്നു. കാന യുആരിദുൽ ഖുർആൻ. അപ്പോൾ വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ വർഷം തോറും റമളാനിൽ ജിബ്രീൽ വന്ന് ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിക്കുന്നു. തങ്ങൾ തിരിച്ച് ജിബ്രീലിന് പാഠം കൊടുക്കുന്നു. 3-4 വർഷം കൊണ്ട് പഠിച്ചു തീർന്ന ഖുർആൻ ഷരീഫ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് മുഴുവനായിട്ട് ഓതി കേൾപ്പിച്ചു എന്ന് പറഞ്ഞത് എത്ര വലിയ അഭിമാനമാണ് നമുക്ക്. അങ്ങനെ എങ്ങാനും കേട്ടാൽ ആ സ്ഥാപനത്തിനെ വലിയ അഭിമാനമായിട്ടാണ് നമ്മൾ പറയുന്നത്. അഭിമാനം തന്നെ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന മഹത്വം എത്ര ചെറിയ കാര്യത്തെയാണ് വലുതായി നമ്മൾ കണക്കാക്കുന്നതെന്നാണ്. എന്തോ ഭയങ്കരമായിട്ട് കണക്കാക്കുന്നു. ചെറിയ ഒരു കാര്യം ചെയ്തിട്ട് ജീവിതത്തിൽ പഠിച്ച് തീർന്ന ഒരു കുട്ടി ആ സമയത്ത് ഒന്ന് മുഴുവൻ ഓതി കേൾപ്പിച്ചാൽ, ഒരു ദിവസം കൊണ്ട് ഓതി കേൾപ്പിച്ചാൽ അത് വലിയ കാര്യമാണ്. ഇന്ന് മദ്രസകളിലൊക്കെ പനാത്തുകളിലൊക്കെ എന്താ ഖത്മുൽ ഖാദായോ അല്ലേ, വലിയ പരിപാടി, ഭയങ്കരമായിട്ട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വലിയ പ്രശസ്തി, എന്തോ പുതിയ ഒരു കാര്യം ഖത്മുൽ ഖാദ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഇരിക്കക്കത്ത എന്ന്, നിന്റെ ഇരിക്കക്കത്ത ഓതിക്കളയുമെന്ന് പറയുമായിരുന്നു. അതാണ് ഖത്മുൽ ഖാദ എന്ന് പറയുന്നത് അല്ലേ. അല്ലാഹു അക്ബർ. അപ്പൊ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല ഖുർആൻ ശരീഫ് ഒറ്റ ദിവസം കൊണ്ട് ഓതി കേൾപ്പിക്കുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ 30 ദിവസം ചെയ്തുകൊണ്ടിരുന്ന കാര്യമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വർഷവും അത് ചെയ്യിക്കുമായിരുന്നു. എന്തിനാ? ഖുർആൻ ശരീഫിന്റെ പാരായണം നിലനിർത്താൻ വേണ്ടി. ഖുർആൻ ശരീഫിന്റെ പാരായണം തന്നെ വലിയ കാര്യമാണ്. അതെപ്പോഴും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ ചെറിയ ഒരു മാറ്റവും ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മൾ പ്രാഥമിക മദ്രസയിൽ നിന്ന് ഖുർആൻ 2-3 ജുസ് ഓതിയിട്ട് പോകുന്നവർ എല്ലാം പഠിച്ച് തീർന്നവരെ പോലെ സർട്ടിഫിക്കറ്റ് കൊടുത്തവരെ അയച്ച, പിന്നെ അതിനുശേഷം അവർ മദ്രസയോ പഠനമോ കാണുന്നേ ഇല്ല. ചോദിച്ചാൽ കുട്ടികൾ പറയും 4-ാം ക്ലാസ് പഠിച്ചു അല്ലെങ്കിൽ 5-ാം ക്ലാസ് പഠിച്ചു എന്ന്. മദ്രസയിൽ എത്ര പഠിച്ചെന്ന് ചോദിച്ചാൽ, സ്കൂളിലെ കാര്യം ചോദിച്ചാൽ +2-നാണ്, ഡിഗ്രിക്കാണ്, +1-നാണ്, അതാണ് ഇതാണ് എന്തും പറയാൻ എല്ലാവർക്കും അറിയാം. ആവശ്യമാണ്, പഠിച്ചോളിൻ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഇവിടം കൊണ്ട് തീർന്നു പോകും. ആരുടെ കബറിലും എത്ര ഡിഗ്രി ഉണ്ടെന്ന് ആരും ചോദിക്കൂല. എത്ര ഡിഗ്രിക്കാരൻ്റെയും അവിടെ വന്ന് മുങ്കർ നക്കീർ വന്നതിൻ്റെ ഡിഗ്രി ഏതാണെന്ന് ചോദിക്കൂല. ആകെ ചോദിക്കുന്ന ഡിഗ്രി മൻ റബ്ബുക് വമൻ നബിയുക് വമാ ദീനുക്, ഇതേ ചോദിക്കുള്ളൂ. അപ്പോൾ ദുനിയാവിൽ ജീവിക്കാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പഠിക്കണം, പഠിക്കാതിരിക്കരുത്. നമ്മൾ പഠിക്കണം, നിലവാരമുള്ളവരാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാകരുത്, ഉയരണം. പ്രത്യേകിച്ച് ഉലമാക്കൾ ഇന്നത്തെ കാലത്ത് നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. നല്ല വിദ്യാഭ്യാസം, വെറുതെ എന്തെങ്കിലും ഒന്നും പഠിച്ചിട്ട് നിന്നാൽ പറ്റൂല. കാരണം ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് ആളുകൾ ഈ ശാസ്ത്രീയമായ നിലയിൽ ഉയർന്ന് ശാസ്ത്രം കൊണ്ട് ദീനിനെയും ഖുർആനിനെയും നശിപ്പിക്കാനും അത് പറയുന്നവർക്ക് തടയിടാനും വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമായിന്ന്. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഉയർന്നവരാകണം. അതുകൊണ്ട് ഉലമാക്കൾ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഖുർആൻ വളരെ നല്ല നിലയിൽ ശാസ്ത്രീയമായ നിലയിൽ തന്നെ പഠിക്കണം. ഖുർആനിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച്, സൂചനകളെക്കുറിച്ച് തന്നെ നമ്മൾ വളരെ വിശാലമായ നിലയിൽ പഠിക്കേണ്ടതുണ്ട്. ആലിമീങ്ങളുടെ ബാധ്യതയാണ്. അല്ലാതെ ഒന്ന് ചുമ്മാ ഖുർആൻ ഒന്ന് ഓതി അങ്ങ് പോയാൽ മാത്രം പോരാ. അപ്പൊ ഈ ഖുർആനിന്റെ തിലാവത്ത്, പാരായണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്, പ്രൈമറി, ഒന്നാമത്തത്. പിന്നെ വയുസക്കീഹിം, രണ്ടാമത്തെ പടി എന്താ? ആ ഖുർആനിന്റെ ജീവിതം അങ്ങനെ തന്നെ മനുഷ്യൻ ജീവിതത്തിലേക്ക് പകർത്തുക. വയുസക്കീഹിം, പരിശീലിപ്പിക്കുക. ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്.
നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച് പഠിപ്പിച്ചു. തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല, ഖുർആനിലോ ഹദീസിലോ നിങ്ങൾ പഠിച്ച് കേട്ടതുപോലെയല്ല നമസ്കരിക്കേണ്ടത്. അങ്ങനെ കേട്ടതുപോലെ നമസ്കരിച്ചാൽ നിങ്ങൾ പലതും ചെയ്യും. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് കാണണം, കണ്ടിട്ട് എൻ്റെ കൂട്ടത്തിൽ കൂടി ഞാൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ നമസ്കാരമാവുക. അല്ലാതെ കുറെ ഹദീസ് പഠിച്ചു, കുറെ ഫിഖ് പഠിച്ചു, കുറെ മസായില് പഠിച്ചു, ആയത്തുകൾ പഠിച്ചു, തെളിവുകൾ പഠിച്ചു, എന്നിട്ട് അതനുസരിച്ച് നമ്മളങ്ങ് നമസ്കരിക്കുകയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആവില്ല നമസ്കാരം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് കാണണം, കണ്ടിട്ട് നിങ്ങൾ അതുപോലെ നമസ്കരിക്കണം. നമ്മളെങ്ങനെ നമസ്കരിക്കും? കാണാൻ പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, എൻ്റെ നമസ്കാരം കണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ച് നമസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം നിങ്ങളുടെ പുറകെ വരുന്നവർ നിങ്ങളെ പിൻപറ്റണം, അതിനുശേഷം വരുന്നവർ അവരെ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റി ഈതമ്മു ബി വൽയതമ്മ മൻ ബഅദകും വൽയതമ്മ ബികും മൻ ബഅദകും, നിങ്ങൾ എന്നെ പിൻപറ്റി ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് നിസ്കരിക്കണം. എന്നിട്ട് നിങ്ങളുടെ പുറകെ വരുന്ന പിന്നീട് വരുന്ന ആളുകൾക്ക് ഇതേപോലെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അവർ നിങ്ങൾ കാണിക്കുന്നത് പോലെ പിൻപറ്റി നമസ്കരിക്കണം. ശേഷം വരുന്നവർ ഇങ്ങനെ ക്രമമായിട്ട്, നമസ്കാരം വെറും കിതാബിൽ പഠിക്കുന്നതല്ല, നമസ്കാരം പ്രവൃത്തി പദത്തിൽ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. ഉസ്താദന്മാർ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. റുക്കു എങ്ങനെ ചെയ്യണം, സുജൂദ് എങ്ങനെ ചെയ്യണം, എങ്ങനെ തശഹുദിന് ഇരിക്കണം, എങ്ങനെ കൈ കെട്ടണം, കൈ എങ്ങനെ പൊക്കണം. ഇപ്പൊ നിസ്കാരത്തിൽ ഓരോരുത്തർ വന്ന് അല്ലാഹു അക്ബർ കൈവക്കലാണ്. റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഷാഫി മതം അനുസരിച്ച് കൈവക്കേണ്ടതുണ്ടോ? റുക്കുവിൽ നിന്ന് എണീക്കുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ, എവിടെ കൈവക്കേണ്ടത്? നമസ്കാരത്തിന്റെ ആരംഭത്തിൽ കൈവക്കുന്നത് ഫുഖഹാക്കൾ പറഞ്ഞു തരുന്നു എന്ത് ചെയ്യണം. ആരുടെയെങ്കിലും ജുബ്ബയുടെ കൈ നീളമുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു കൈയുടെ വെള്ളയെങ്കിൽ പറ്റൂല, മാറ്റണം. ഇഖ്റാജുൽ കഫി അൻ കുമ്മിഹി, അല്ലേ നമസ്കാരത്തിന്റെ ആദവല്ലേ? ഉസ്താദന്മാരോട് ഇരിപ്പുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല, അവരോട് ചോദിച്ചു നോക്കിക്കൊള്ളി. അപ്പൊ കൈ നേരെ കിബിലക്ക് വേറെ വരണം, കൈയുടെ വെള്ള ശരിക്ക് വരണം, ചെവിച്ചോണ വരെ പെരുവിരലെത്തണം, വിരലുകൾ ചെവിയുടെ മുകളിൽ നിൽക്കണം, തോളിന്റെ മുകളിലായിരിക്കണം കൈ, അങ്ങനെ ഉയർത്തണം, എന്നാലേ ആവുള്ളൂ. അല്ലാതെ ഇങ്ങനെ പിടിച്ചോണ്ടോ മറിച്ച് പിടിച്ചോണ്ടോ ഇങ്ങനെ ഒന്നും കൈ കാണിച്ച് ഇങ്ങനെ ഒന്നും കാണിച്ച കൈ ആവൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് പോലെ കണ്ട് നമസ്കരിക്കണം. അപ്പൊ ഇത് രണ്ടാമത്തെ ജോലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. എല്ലാം പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജാണ് ചെയ്തത് നുബുവത്തിന് ശേഷം, ഒറ്റ ഒരു ഹജ്ജ്. ആ ഹജ്ജിൽ 1,30,000-ഓളം സഹാബാക്കൾ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സഹാബാക്കളോടും പറഞ്ഞു, ഖുദു അന്നി മനാസികകും ഫഇന്നി ഇംറുഉൻ മഖ്ബൂൽ, ഹജ്ജിന്റെ അമലുകൾ ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കണം. ആ ചെയ്യുന്ന അമലുകളെ നിങ്ങൾ അങ്ങനെ തന്നെ പകർത്തി വെക്കണം. കാരണം എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുക്കൽ വന്ന് ഹജ്ജ് കാണിച്ചു തരാൻ സാധിച്ചെന്ന് വരികയില്ല. ചിലപ്പോൾ അടുത്ത വർഷം പോലും നിങ്ങളോടൊപ്പം ഹജ്ജ് കാണിച്ചു തരാൻ എനിക്ക് വരാൻ സാധിക്കുന്നില്ല. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. അതുകൊണ്ട് ഹജ്ജിന്റെ അമലുകൾ ശരിക്കും നിങ്ങൾ എന്നിൽ നിന്നും കണ്ട് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് മിനായിൽ 10-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് വന്ന് നിന്നുകൊടുത്തു ആളുകൾക്ക്. വരീന ആവശ്യക്കാർ എന്താണോ ചോദിക്കേണ്ടത്, എന്താണോ അറിയേണ്ടത്, അത് മുഴുവൻ വന്ന് എന്നോട് ചോദിച്ചു പഠിക്കുകയും തിരുത്തേണ്ടത് തിരുത്തണം. ഇപ്പൊ പഠിച്ചാലേ അത് പഠിക്കുകയുള്ളൂ, അടുത്ത വർഷം എന്നെ കിട്ടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹാബാക്കൾ വന്നു, ഓരോരുത്തരായിട്ട് വന്നു. ഇത് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി വന്നവരെല്ലാം പറയുന്നു, തങ്ങളെ ഞാൻ അങ്ങനെ ചെയ്തു ആദ്യം, രണ്ടാമത് എങ്ങനെ ചെയ്തതെല്ലാം മഷ്റൂദ്, ഹലഖ്തു ഖബ്ല അൻ അർമിയ, ദബഹ്തു ഖബ്ല അൻ അർമിയ. ഇങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തത്, അറിവില്ലായ്മയുടെ പേരിൽ ഓർക്കാതെ ചെയ്തതൊക്കെ തെറ്റിപ്പോയ കാര്യം തങ്ങളോട് പറഞ്ഞു. അറിവില്ലാതെ ചെയ്തതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബാക്കി ചെയ്യാനുള്ളതിന് ചെയ്ത് തീർത്തേര്, തെറ്റിയതിന് കുറ്റമൊന്നുമില്ല, കാരണം അറിയാതെ ചെയ്തതാണ്. ഇഫ് അൽ വലാ ഹറജ്. ഇങ്ങനെ ഹജ്ജിന്റെ അമലുകളെ മുഴുവനും പഠിപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ഖുർആനിനെ, ദീനിനെ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു. ഇത് രണ്ടാമത്തെ ബാധ്യതയാണ്.
പിന്നെ അതിനപ്പുറം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അതിനുശേഷം ഈ പരിശുദ്ധമായ ഖുർആനിനെ വിശാലമായ നിലയിൽ പഠിപ്പിക്കുക. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ രണ്ടും കഴിഞ്ഞിട്ട് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഇവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലം. അല്ലാതെ ഖുർആൻ ശരീഫ് എന്ന് ഓതാൻ പഠിച്ചവരെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ഖുർആൻ അനുസരിച്ച് ജീവിച്ച് അത് പഠിച്ച് പരിശീലിച്ചവരെ കുറിച്ചുമല്ല പറഞ്ഞത്. അതിനപ്പുറം ഈ ഖുർആനിന്റെ അനന്തമായ ആശയങ്ങൾ വിശാലമായി ഇങ്ങനെ കിടക്കുന്നു, വലിയ കടല്. അത് പഠിപ്പിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി. വയുഅല്ലിമുഹുമുൽ കിതാബ്. പിന്നെ കിതാബ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനപ്പുറം ഈ കിതാബിന്റെ രഹസ്യങ്ങളെ പഠിക്കലുണ്ട്. അസ്റാറുകൾ, റുമൂസുകൾ. ഖുർആനിൽ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പഠിപ്പിക്കപ്പെടുന്ന ലദുന്നിയായ ഇൽമ്, വഹബിയായ ഉലൂമുകളുണ്ട്. അങ്ങനത്തെ ഉലൂമുകളെല്ലാം പഠിക്കണം. അതാണ് ഹിക്മത്ത്. ശർഇന്റെ അസാദുകളെ കുറിച്ച്, ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന സൂചനകളെ കുറിച്ചൊക്കെ പഠിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല, ചില ആളുകൾക്ക് മാത്രം. ഒരു ദിവസം വൈകുന്നേര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ ഇരിക്കുകയാണ്. നോക്കിക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നു. മഞ്ഞ നിറമായി, പിന്നെ അത് ചുവപ്പ് നിറമായി അസ്തമിക്കാൻ പോകുന്നു. അടുത്തിരിപ്പുണ്ടായിരുന്നു അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ അൽ ഗഫാരിയെ വിളിച്ചിട്ട് ചോദിച്ചേ, അബാ, ഈ സൂര്യൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് അടുത്ത സ്ഥലത്ത് ഉദിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. നമ്മൾ ഓതി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഖുർആനിൽ ഇതാണ് അല്ലാഹു പറയുന്നത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓരോ സ്ഥലത്ത് അസ്തമിക്കുന്നു, അടുത്ത സ്ഥലത്ത് ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിക്കുന്നു, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂറും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനെ ചൂണ്ടി കാണിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ അബൂദർറെ? ഇപ്പോഴാണെങ്കിൽ നമ്മൾ പറയും കന്യാകുമാരി പോയാൽ കടലിനകത്തേക്ക് പോകുന്നെന്ന് പറയും. അവിടെ കാണാൻ വേണ്ടി പ്രത്യേകം ആളുകൾ പോവുകയാണ്. അവിടെ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ, കടലിലേക്ക് പോകുന്നത്, താന്നു പോകുന്നത് കാണാൻ. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എവിടെയാ പോകുന്നതെന്ന് നിനക്കറിയാമോ? അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു സാധാരണ സഹാബാക്കളുടെ പതിവനുസരിച്ച് പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം. ഞാൻ എന്ത് പറയാനാ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കെന്തറിയാം? അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ റസൂലിനെ അറിയാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, സൂര്യൻ അർശിന്റെ താഴെയാണ് പോകുന്നത്. ഈ സൂര്യൻ പോകുന്നത് അർശിന്റെ താഴെയാണ്. അവിടെ പോയി സുജൂദിൽ കിടക്കും. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ഉദിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ അനുവാദം ചോദിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിറ്റേന്ന് രാവിലെ ഉദിക്കാൻ അനുവാദം കൊടുക്കും. സാധാരണ പോകുന്ന സ്ഥലത്ത് കൂടി പൊയ്ക്കോളാൻ പറഞ്ഞ് സൂര്യൻ കിഴക്ക് നിന്ന് പിറ്റേന്ന് ഉദിക്കും. ഒരു ദിവസം വരും അബൂദർറെ, അന്നിങ്ങനെ സൂര്യൻ അള്ളാഹുവിനോട് അർശിന്റെ താഴെ സുജൂദിൽ കിടന്ന് അനുവാദം ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇല്ല, നീ വന്ന വഴി കൂടെ തിരിച്ചു പൊക്കോളാൻ പറയും. അഥവാ പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിച്ചോളാൻ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നാണ് മനുഷ്യനെല്ലാം ആകെ അന്തം വിട്ടു പോകുന്ന ദിവസം, തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുന്ന ദിവസം. പിന്നെ ആരുടെയും തൗബ സ്വീകരിക്കുകയില്ല. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് തിരിച്ചു വരും. നമുക്ക് മനസ്സിലാവൂ? നമ്മൾ ശാസ്ത്രം വെച്ച് നോക്കി എത്ര നോക്കിയാലും മനസ്സിലാവില്ല. ഇതാണ് ഹിക്മത്ത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അതിന്റെ രഹസ്യം എന്താ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. മുഫസ്സിരിങ്ങൾ വിശദീകരണം എഴുതുന്നുണ്ട്, മുസ്തഖറുഹാ തഹ്തൽ അർശ്. തഫ്സീറിൽ അങ്ങനെ എഴുതുന്നത്, മുസ്തഖറുഹാ തഹ്തൽ അർശ്, അർശിന്റെ താഴെയാണ്. നമ്മൾ പറഞ്ഞാൽ സമ്മതിക്കുമോ? 24 മണിക്കൂറും കറങ്ങിക്കൊണ്ട്. അപ്പൊ കറക്കം നമ്മളുടെ കണ്ണിൽ കാണുന്ന ബാഹ്യമായ ഒരവസ്ഥയാണ്. അത് അല്ലാഹു തആല ബാഹ്യമായ നിലയിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും അങ്ങനെയാണ്. ബാഹ്യമായി ഒരു അവസ്ഥ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് പതിവാണ്. അല്ലാഹു തആല നടത്തിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിടിച്ച് നമ്രൂദ് തീയിലേക്ക് ഇട്ടു. അവിടെ നിന്ന് ആളുകൾക്ക് മുഴുവനും പൊള്ളുകയാണ്.
നിന്ന ആളുകൾക്ക് മുഴുവൻ പൊള്ളുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് കൊണ്ടുപോയി ഇടാൻ ആർക്കും സാധിക്കുന്നില്ല, പരിസരത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് മനുഷ്യൻ വലിച്ചെറിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ശക്തനായ ഒരാൾ വേറെ എന്തെങ്കിലും തരത്തിൽ വലിച്ചെറിഞ്ഞാൽ തീയിൽ പോയി വീഴുകയില്ല, കാരണം അത്രയും അടുത്തേക്ക് പോകാൻ പറ്റൂല. ഇപ്പൊ എന്ത് ചെയ്തവര് മിഞ്ചനിയൊക്കെ വെച്ച്, തെറ്റുവില്ലിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ദൂരെ നിന്ന് തീയിലേക്ക് എറിഞ്ഞു. കാരണം തീയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത് കൊണ്ട്. ആളുകൾ ഇങ്ങനെ പൊള്ളു കാണാം, മുകളിൽ കൂടെ പോകുന്നതെല്ലാം കരിഞ്ഞ് താഴെ വീഴുന്നു, തീ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ തീയിൽ നല്ല സുഖമായിട്ട് യസീൽ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മാത്രം, വേറെ ആർക്കുമില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മാത്രം ആ തീയിൽ നല്ല എസി. അതും എസി കൂട്ടി വെച്ചാൽ പിന്നെ തണുത്ത് ഐസ് കട്ടയായി പോകും. അതുകൊണ്ട് വസ്സലാമൻ അലാ ഇബ്രാഹിം, നോർമലായിട്ട് എത്രയാണോ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന അവസ്ഥ ആ നിലയിൽ തന്നെയുള്ള തണുപ്പ് മതിയെന്ന് അള്ളാഹുവിൻ്റെ. ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ കൂടെ ഓടി നടക്കുക. അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് നോക്കാൻ തന്നെ തോന്നുന്നില്ല, നോക്കുന്നവരുടെ കണ്ണു ചൂടായിട്ട് പൊള്ളി വെന്തുപോകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്, അത് അങ്ങനെ നടക്കും. അത് ഭൂമിയിൽ അള്ളാഹു തആല നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ വേറെ ചില പ്രവർത്തനങ്ങളുണ്ട്, അത് നമുക്കറിയാൻ പറ്റൂല. അതാണ് ഹിക്മത്ത്. അപ്പൊ ഇതും പഠിപ്പിച്ചു കൊടുക്കണം. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇപ്പൊ ഖുർആനിന്റെ മുഴുവൻ പാരായണം, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ നേരായ നിലയിൽ ചെയ്യുക, അതിനുശേഷം ആ ജീവിതം അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുക. ഇതും കഴിഞ്ഞിട്ട് പിന്നെയാണ് തഅലീമുൽ കിതാബ്. അവരാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നമ്മൾ ഇന്ന് ആദ്യത്തെ പടിയിൽ മാത്രം കൊണ്ടുവന്ന് വെച്ചു. അതിന് തഅലീമുൽ കിതാബ് എന്നല്ല പറയുന്നത്, തിലാവത്തുൽ കിതാബ് എന്നാണ് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ഈ തിലാവത്ത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇതിന്റെ താലീമിലേക്ക്, തഅല്ലുമിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന ഖൈരിയത്തും ഏറ്റവും ഉയർന്ന ഗുണവുമെല്ലാം നമുക്ക് കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുതഅല്ലിമീങ്ങളെ, ഹാഫിളിന് ആയവർ, പഠിച്ചവർ, പഠിപ്പിച്ചവർ നമുക്കെല്ലാവർക്കും ഈ ഗുണങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾ പറയും അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ കുഴപ്പമില്ല എന്ന്. ഓതി കേൾപ്പിച്ചില്ലേ നമ്മളടുത്ത്, വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു ഖുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ. നിങ്ങൾ ജൂതനോ നസ്രാനിയോ എന്തോ ആയിട്ട് അവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെയാണല്ലോ. മുസ്ലിമീങ്ങൾക്ക് ആർക്കും ഇസ്ലാമിന്റെ ഒരു കാര്യത്തോടും ഒരു മതിപ്പുമില്ല. സമയത്തിന് സൗകര്യത്തിന് ഒക്കുന്നത് പോലെ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു കല്യാണ സദസ്സിൽ പോയിട്ട്, കല്യാണ വീട്ടിൽ പോയിട്ട് ഇതൊന്നും ദീനിന് ഒക്കൂല എന്ന് പറഞ്ഞാൽ, നിന്നെ ഒക്കൂല ഞങ്ങൾക്കെന്ന് പറഞ്ഞു വിടും പോയവന്. അവിടെ നിന്ന് പുറത്താക്കും. ചിലപ്പോൾ അവനക്ക് ചായ പോലും കൊടുക്കൂല. ഈ ശല്യം എവിടെ നിന്ന് വന്നു? ഈ ശൈത്താൻ ഈ ശല്യം ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി, മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി എന്ന് ആരാ പറയുന്നത്? തൊപ്പിയും താടിയും എല്ലാം വെച്ച് വലിയ കമ്മീഷ് വിട്ടുകൊണ്ട് നിൽക്കുന്ന ദീനിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ആളെന്ന് നമ്മൾ പറയുന്ന ദീനിയായ ആള് പറയും, ഈ ശൈത്താൻ കുഴപ്പമുണ്ടാക്കാൻ ഇപ്പൊ എവിടെ നിന്ന് വന്നു? നിനക്ക് അവിടെയെങ്ങാനും പോയി ഇരുന്നാ പോരായിരുന്നോ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടവനെ, എവിടെയെങ്കിലും ഇരുത്തി ചായ കൊടുത്തെന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് ഏൽപ്പിക്കും. കാരണം ദീനിന്റെ കാര്യം നമുക്ക് അത്രയേ ഉള്ളൂ. അള്ളാഹു പറയുന്നു, വഖാലു കൂനു ഹൂദൻ ഔ നസാറ. നിങ്ങൾ ജൂതന്മാരുടെ മാർഗമോ നസ്രാനികളുടെ മാർഗമോ ഏതെങ്കിലും സ്വീകരിക്കുക. എന്ത് സ്വീകരിച്ചാലും തഹ്തദു, നിങ്ങൾ നല്ലവരായിക്കോളും. നിങ്ങൾ മുസ്ലിം അല്ലേ, അതുകൊണ്ട് നന്നായിക്കോളൂ എന്ന്. ഖുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തങ്ങൾ പറഞ്ഞേക്കിനി ഇവരോടെല്ലാം, ബൽ പറ്റൂല, ആരുടെയും മാർഗം സ്വീകരിച്ചാൽ പറ്റുകയില്ല. മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ച ആ നേരായ വഴി ഏത്? ഹനീഫൻ, ഒരു തെറ്റുമില്ലാത്ത, ഒരു ബാത്തിലുമില്ലാത്ത നേരായ വഴിയിൽ കൂടി നടക്കാൻ തയ്യാറുണ്ടോ? രക്ഷപ്പെടും. ഇതാണ് മാർഗമെന്ന്. പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലൊന്നും അതുമില്ല. ഇത് പിന്നെ എങ്ങനെ ഉണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ജീവിതം, ഇത് ആരും പഠിച്ചവർക്കോ പഠിപ്പിച്ചവർക്കോ കേട്ടവർക്കോ ഉപദേശിച്ചവർക്കോ ഉപദേശം സ്വീകരിച്ചവർക്കോ ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന, അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകിയിരിക്കുന്ന ഒരു തിരിച്ചറിയപ്പെടുന്ന അടയാളമാണ്. അല്ലാഹു തആല ഇത് അവർക്ക് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. സിബ്ഗത്തല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാകതയിലാക്കിയെടുക്കും മനുഷ്യനെ. അല്ലാഹു തആല ഖുർആനിന്റെ ഉലൂമുകൾ, ഹദീസിന്റെ ഉലൂമുകൾ കൊടുത്ത് ഇൽമ് കിട്ടിയ ആളുകൾ, ദീൻ പഠിച്ച ആളുകൾ, ദീനിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ദീനിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾക്ക് അവരിൽ കാണാൻ, മറ്റുള്ളവർക്ക് വ്യക്തമായി തെളിഞ്ഞ് കാണാൻ പാകത്തിന് പെയിന്റ് അടിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചായം മുക്കി വെക്കും. അതിനെ മാച്ച് കളയരുത്. ശിബഗത്തല്ലാഹ്, അല്ലാഹു മുക്കിയ ചായം അങ്ങനെ തന്നെ നിങ്ങൾ വെച്ചേക്കണം. അതിനെ വെയിൽ കൊള്ളിച്ച് നരച്ചു പോയി എന്ന് പറയാനോ, വെള്ളം കോരി ഒഴിച്ച് കഴുകിക്കളയാനോ, സോപ്പോ വല്ലതും ചേർച്ചതിനെ ഇല്ലാതാക്കാനോ, നിങ്ങൾ വേറെ നല്ലതെന്ന് വിചാരിക്കുന്ന ഏത് കാര്യങ്ങളെങ്കിലും ചെയ്തതിനെ മുഷിപ്പിച്ച് കറയായി ആ പെയിന്റ് മോശമായി പോകാൻ നിങ്ങൾ ഇടയാക്കരുത്. ശിബഗത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഈ ശിബഗത്തിനെ മുറുകെ പിടിക്കുകയും അല്ലാഹ് പെയിന്റ് അടിച്ചാൽ പിന്നെ വേറെ ആർക്കും അതിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ പെയിന്റിനേക്കാൾ നല്ല പെയിന്റ് പിന്നെ വേറെ ആര് കൊണ്ടുവരും? എവിടെ നിന്ന് കിട്ടും? അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്താൽ ഇതിൽ ആവുകയില്ല. നിങ്ങൾ പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ മക്കൾ, അവരുടെ പരമ്പര ഒക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു. ഇല്ല, അവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവരൊക്കെ നേരെ മാർഗത്തിലായിരുന്നു. പിന്നെ അവരിൽ നിങ്ങൾ പറയുന്ന തെറ്റായ വഴിയിൽ സഞ്ചരിച്ച കുറെ ആളുകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഈ പരമ്പരയിൽ പെടുത്തി അതുപോലെ നിങ്ങൾക്കുമാകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും. അതൊക്കെ കഴിഞ്ഞുപോയ സമുദായങ്ങളാ. അവരുടെ പേരിൽ അള്ളാഹു നടപടിയെടുത്തു. അവർ ചെയ്തതെല്ലാം അവർ കൊണ്ടുപോയി. അവരും അള്ളാഹുവുമായിട്ടാണ് അതിന്റെ കണക്ക്. നിങ്ങൾക്കതൊന്നുമില്ല. അവർ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ നടക്കില്ല. വലക്കും മാ കസബത്തും, നിങ്ങൾ ചെയ്തതാണ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വലക്കും മാ കസബത്തും, അവരുടെ പിറകെ നിങ്ങൾ പോകണ്ട. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ ചെയ്തോട്ടെ, അത് നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങളോട് നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരും. ഇതാണ് നമ്മൾ ഓതി കേൾപ്പിച്ചത്. ഖുർആനിന്റെ പൂർത്തീകരണത്തിൽ വളരെ ഉയർന്ന ഉപദേശം വിശദീകരിക്കാനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആനിനെയും ഖുർആനിന്റെ വിശദീകരണങ്ങളെയും പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ ലോകത്ത് മുഴുവനും ഇങ്ങനെ വ്യാപിച്ച് അല്ലാഹു തആല ഇട്ടേക്കുന്നത്, വ്യാപിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ തനതായ രൂപത്തിൽ നിലനിർത്താനും അതിനെ പഠിക്കാനും വേണ്ടിയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ മുതഅല്ലിമീങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിലാണ് ഈ ഉസ്താദന്മാർ മുഴുവൻ പരിശ്രമിക്കുന്നത്. ഇതിനെ നടപ്പിലാക്കാൻ, ഇതിനെ നിലനിർത്താൻ വേണ്ടിയാണ് അഹോരാത്രം ഉസ്താദന്മാർ കഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്ന് ഉസ്താദന്മാർ മദ്രസയുടെ ഓരോ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. പക്ഷേ മനസ്സിൽ നമുക്ക് തോന്നും, ഇത് എന്നുമുള്ള പതിവാണല്ലോ, ഇത് എന്ന് ഈ ഗഫൂർ ഉസ്താദിന് ഇത് തന്നെ പണിയുള്ളൂ, ഇങ്ങനെ വന്ന് ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ട് വരിക. ഓരോ ഉസ്താദന്മാരെ ഇങ്ങനെ പറയും പോയി നോക്കുമ്പോൾ. എന്നിട്ട് എന്തെങ്കിലും കൊടുക്കും. ഗഫൂർ ഉസ്താദ് പ്രതീക്ഷിച്ച് വരുന്നത് 10,000 രൂപ ആയിരിക്കും ഒരാളെടുത്ത്. കൊടുക്കുന്നത് 500 രൂപ എടുത്തങ്ങ് കൊടുക്കും. വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത് കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഉപകാരപ്പെടുന്നത് നേരത്തെ കൊടുത്തു വെച്ചേക്കുന്ന ഈ സ്ഥാപനങ്ങൾക്കൊക്കെ കണ്ണടച്ചങ്ങോട്ട് കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണടച്ച് നമുക്ക് തരും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. നമ്മൾ കണക്കില്ലാതെ കൊടുത്താൽ അല്ലാഹ് കണക്കില്ലാതെ തരും. നമ്മൾ അളന്ന് തൂക്കി കൊടുത്താൽ അളന്ന് തൂക്കി അല്ലാഹയും തരും. അപ്പൊ നമ്മുടെ കാര്യം നടക്കാതെയാകുമ്പോൾ നമുക്ക് പ്രയാസമാകും. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഇർദഖി, എന്തെങ്കിലും ഉള്ളതുള്ളത് നീ കൊടുത്തോണ്ടിരിക്ക്, കൊടുക്ക്, ധാരാളമായിട്ട് കൊടുക്ക്. വലാ തുഹ്സി ഫയുഹ്സില്ലാഹു അലൈക്, നീ എണ്ണി തിട്ടപ്പെടുത്തിയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. കൊടുത്ത അല്ലാഹു നിനക്ക് എണ്ണിയേ തരുള്ളൂ. വലാ തൂക്കി ഫയൂക്കില്ലാഹു അലൈക്, നീ സൂക്ഷിച്ച് വെച്ചിട്ട് വളരെ പിടിച്ച് അതിൻ്റെ അളവൊക്കെ നോക്കി ഇത്രയും കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കുന്നു. അല്ലാഹയും നോക്കും, നിനക്ക് തരും. ആയിഷാക്കോ, ആയിഷ എങ്ങനെയല്ലേ കൊടുത്തത്, അത്രയും മതി ആയിഷാക്ക്. അല്ലാഹു തആല പിടിച്ചു വെക്കും. അല്ലാതെ കൊടുത്താലോ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇതൊന്നും ഒരു ഔദാര്യമൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ബാധ്യതയാണ്. ഈ സ്ഥാപനങ്ങൾ നിലനിന്നില്ല എങ്കിൽ പരിശുദ്ധമായ ദീനേ ഈ ലോകത്ത് നിലനിൽക്കാതെയായി പോകും.
അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് ശരിയായ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നില്ല, അതിനുള്ള അവസരമില്ല എങ്കിൽ പിന്നെ നമ്മൾ എവിടെയൊക്കെ ആയിപ്പോകും, ഏതെല്ലാം വഴിയിൽ നമ്മൾ പോയി തെറ്റിപ്പോകും. അങ്ങനെ വഴികേടിലായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ എന്തു കൊടുത്തും, നമ്മൾ പട്ടിണി കിടന്നാണെങ്കിലും ഈ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിച്ചാലേ ഉള്ളൂ ഇങ്ങനത്തെ ഹാഫിലീങ്ങൾ, ആലിമീങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാർത്തെടുക്കപ്പെടുന്ന ആലിമീങ്ങളും ഹാഫിലീങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഇതേ നിലയിൽ നിലനിർത്തി അള്ളാഹുവിന്റെ പെയിന്റ് സിബഖത്തല്ലാ അതിനെ മുറുകെ പിടിച്ച് അങ്ങനെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ആ പെയിന്റിന്റെ തിളക്കം കാണിച്ചു കൊടുക്കുന്നവരാകണം. ആ തിളക്കം ഇവരിൽ കൂടി പ്രകാശിച്ച് ലോകം കാണണം, കണ്ട വഴിയിലേക്ക് വരണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂട്ടി ഈ കാര്യങ്ങളെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്യാനുള്ള ഭാഗ്യം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം ഖബൂലാക്കുമാറാകട്ടെ. ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, പഠിച്ചു പോയവർ, ഇനി ഖിയാമത്ത് നാൾ വരെ വന്ന് പഠിക്കാനിരിക്കുന്നവർ, ഇവരെയെല്ലാം അല്ലാഹു തആല ദീനിന്റെ കാവൽ ഭടന്മാരായി ഖബൂലാക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെയും ഇതുപോലത്തെ ദീനിന്റെ സ്ഥാപനങ്ങളെയും എല്ലാം അല്ലാഹു തആല ദീനിന്റെ കാവൽ കോട്ടകളായി എല്ലാ ന്യൂനതകളും പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിച്ചതിനെയെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലിലാക്കി ഈ സ്ഥാപനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. നമ്മളെയെല്ലാം ഇതിൻ്റെ സഹായികളും ഇതിനു വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ സഹകരിക്കുന്നവരുമായി അതിനുള്ള ഭാഗ്യം നൽകി അല്ലാഹു തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പൂർണ്ണമായ നിലയിൽ നമുക്ക് നടപ്പിലാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. വആഖിറു ദുആഇൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അന്ന് സുഖമില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പറയണം.